അയ്യോ ഇത് എന്തൊരു ചൂടെൻ്റെ പൊന്നു മക്കളെ. സഹിക്കാൻ ഇരിക്കണ നിൽക്കണ കിടക്കണ ഓടണമെന്നൊന്നും അറിഞ്ഞൂടാ. അതിൻ്റെ കൂടെ തിരഞ്ഞെടുപ്പ് വരുന്ന എൻ്റെ പ്രഹസനങ്ങൾ പൊളുത്തി കിടക്കുന്ന ഓരോരുത്തന്മാരുടെ പ്രഹസനം എന്തൊക്കെ കാണണമെന്നതിന്. ഇപ്പോൾ രാവിലെ ഇത്തിരി ന്യൂസ് ഉണ്ട്. അതിൻ്റെ കാര്യം എൻ്റെ മക്കളോടൊന്ന് പറയാൻ വേണ്ടിയാണ് കുസുമേച്ചി വന്നത്. ഇരിക്കാനും നിൽക്കാനും തരമില്ലേ എൻ്റെ അപ്പീ. ചെങ്ങന്നൂരിൻ്റെ അപമാനം എന്ന് പറഞ്ഞ ഒരു വിഗ്രഹം ഉണ്ടല്ലോ, ഒരു രോമാഞ്ചം കൂടിക്കിടക്കുന്ന ഒരു സാധനം. ലവൻ കൊണ്ട് ഒരു മൂപ്പത്തിയുടെ വീടിൻ്റെ അടുക്കളയെ കൊണ്ടൊരു മഞ്ഞക്കുറ്റി നാട്ടിയായിരുന്നു. മഞ്ഞക്കുറ്റി ഇപ്പോൾ പുളുത്തി കിടക്കണം. അത് ഒന്നും നടക്കില്ലെന്ന് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പം അവർ അനുവദിച്ചാൽ അങ്ങ് വരടുത്ത് മറച്ചേക്കാന്നൊക്കെ പറയണം. അതവിടെ കിടക്കട്ടെ, എന്തിനെങ്കിലും ആട്ടെ. ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഈ ക്യാമറകളുടെ എല്ലാം നേരെ നിന്നും കൊണ്ട് ലവൻ എന്തൊരു തള്ളായിരുന്നു. തള്ളി മറിക്കണേൻ്റെ കാര്യത്തിൽ അവന്മാരെ കഴിഞ്ഞിട്ട് വേറെ ആരും ഇല്ല എന്നുള്ളത് തന്നെ. അമ്മാമ എങ്ങും പോകണ്ട, ഞാൻ ജീവിച്ചിരിക്കാതെ അമ്മാമ ഇവിടെ താമസിപ്പിക്കും. ഇല്ലേ അപ്പുറത്ത് മാറ്റി ഇതിനൊക്കെ മനോഹരമായ വീട് വെച്ച് സുഖമായിട്ട് താമസിക്കും. അയ്യോ അപ്പോ എൻ്റെ അമ്മച്ചി, എനിക്ക് ഉയിര് കിടക്കണമെങ്കിൽ ഞാനിവിടെ ഒരു വീടെടുത്തങ്ങ് മറിച്ചേക്കും, നല്ലൊരു കൊട്ടാരം എടുത്തങ്ങ് പണിത് പൊക്കിയേക്കും എന്നൊക്കെ പറഞ്ഞ് ആ പാവം പിടിച്ച മൂപ്പത്തിക്ക് മനക്കോട്ട കെട്ടി ലെവൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി ഒരു കൊല്ലം കൊണ്ട് കയറി ഇറങ്ങി നടന്നിട്ട് ഒരു കാര്യം ലെവൻ ചെയ്തു കൊടുത്തില്ല. ഇന്ന് ആ മൂപ്പത്തിയുടെ വീട്ടിൻ്റെ പാല് കാച്ചി ആര് കെട്ടിക്കൊടുത്തത്? ലെവനാ? ഒന്നുമല്ല, കേരളിൻ്റെ കുറ്റി നാട്ടിയതിനെതിരെ സമരം നടത്തിയല്ല കുറേ ആളുകൾ. അവരെല്ലാവരും കൂടെ വെച്ച് കൊടുത്തിരിക്കുന്നു വീട്. ഇവന് ഉളുപ്പെന്ന് പറഞ്ഞ് എന്തിരുന്നെങ്കിലും അറിയാവാ. തങ്കമ്മ ഈ സയ്യിദ് സാറിൻ്റെ ഓഫീസിൽ പോയി വീടിന് അപേക്ഷ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഒരു വർഷം കാത്തിരുന്നിട്ടും ഒരു നടപടി പോലും ഉണ്ടായില്ല. അത് മാത്രമല്ല ഇന്ന് വേറെ വാർത്തകളൊന്നും കേൾക്കണ്ടപ്പീ. വാർത്തകളൊന്നും കേട്ട ഇവനൊക്കെ ആര് കുത്താൻ പോണ്? വോട്ട് ചെയ്യുന്ന കുത്ത ഒരെണ്ണം പോവരുത്. കൂടി വെള്ളമില്ലാതെ അലയുന്ന മനുഷ്യർ ഇപ്പോഴും ഈ കണ്ട ചൂടിന് വേനലിൽ കുടിക്കണം മുള്ളണ് ആ രീതിയിൽ നമ്മളിവിടെ ജീവിക്കണം. അപ്പോൾ വെള്ളം കുടിക്കാനില്ലാത്തവരുടെ കാര്യം പറയണം. അപ്പി രോഗം വന്ന് കുറേയൊക്കെ അങ്ങ് തൊലഞ്ഞു കിട്ടി, അത്ര എളുപ്പമെന്നല്ലേ വിചാരിച്ചോണ്ടിരിക്കണം. ഈ ചൂടിന് കുടിവെള്ളമില്ലാതെ കിടക്കുന്നവർക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തില്ലേ പിന്നെ യവന്മാർ ഈ നികുതിയും വാങ്ങിച്ചുകൊണ്ട് വോട്ട് തന്നെ വീടിൻ്റെ മുറ്റത്ത് വരുമ്പോൾ യവന്മാരെ ഓടിക്കണം നമ്മൾ. അവിടെ വികസനം കൊണ്ടുവരാമെന്നാണ് ഇവർ പറഞ്ഞത്. ഉറപ്പാണ് വികസനം എന്ന് പറഞ്ഞിട്ടിരുന്നല്ലേ അവനൊക്കെ. ഇതിപ്പോരം കഞ്ഞിയുടെ വെള്ളം കുടിക്കാതെ എന്തെങ്കിലും ഒന്ന് തൊട്ട് നാക്കെ വയ്ക്കാതെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പം കുടിവെള്ളമില്ല, ഒരു വശത്ത് കുടിവെള്ളമില്ലാതെ നമുക്കൊക്കെ ഇത്തിരി ആറ്റിന്നോ തോട്ടിന്നോ കിണറ്റിന്നൊക്കെ വാരി നമ്മുടെ ദാഹം അടക്കാമെന്ന് പറയുന്ന പോലെയല്ല. കാട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ജീവിക്കുന്ന ആളുകൾ മനുഷ്യർ തന്നെയല്ലേ അപ്പം അവരുമെല്ലാം. അവർക്കും കുടലും ആമാശയല്ല ഉള്ളത് തന്നെയല്ല, വയറിനകത്തോട്ട് തന്നെയല്ല, വായിക്കൂടെ തിന്ന് വയറ്റിലോട്ടല്ലേ പോണത്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെ. നമുക്ക് ദാഹിക്കണമെങ്കിൽ അവർക്കും ദാഹിക്കണമല്ല. ഇവനൊക്കെ AC അകത്ത് ഞെളിഞ്ഞിരുന്നപ്പോൾ ബസ്സിന് ബസ്, കാറിന് കാറ്, ഹെലികോപ്റ്ററിന് ഹെലികോപ്റ്റർ എല്ലാം ഉണ്ട്. പാവപ്പെട്ടവൻ്റെ ജീവിതം എന്നൊന്നും അറിഞ്ഞുകൂടല്ല. ഒരു 3-4 ദിവസം മുമ്പ് ആ സപ്ലൈക്കോ ചെന്ന് അതിനകത്തോട്ട് കയറിയെങ്കിൽ അത് എന്തിന് വെച്ചിരിക്കണം എന്താ? ഞാൻ വിചാരിച്ചത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി കാലിയാക്കിയിട്ടിരിക്കണം എന്നാ കടമുറി. ഒരു വസ്തുവില്ല. വില കയറ്റി എങ്കിൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് തിന്നാൽ പോരെ. 5 രൂപ 10 രൂപ നമുക്ക് കുറഞ്ഞ് കിട്ടിയാൽ അത്രേ ആവുമല്ലോ. അപ്പം നമ്മൾ വയറിന് വേണ്ടി കിടന്ന് ഒരു ദിവസം മൊത്തം കിടന്ന് വലിയ ആളുകൾ എന്തെങ്കിലും വാങ്ങിച്ച് ഇത്തിരി വെള്ളം കുടിക്കാമല്ലോ എന്നും പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഒരു സാധനങ്ങളുമില്ല, ഉള്ളതിനൊക്കെ വില കൂടുതലും. ഇവരെന്തായിരുന്നു ഇങ്ങനെ ചെയ്യണം? എൻ്റെ തലപ്പത്തിരിക്കണം അവനെപ്പോഴാണ് ഒരു മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ നടക്കുന്നത്. കൊച്ചു പിള്ളേരുടെ അടുത്ത് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കണം. അവർ ചക്ക എന്ന് പറയുമ്പോൾ ഇവൻ തേങ്ങ എന്ന് പറയും. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയും. ചോദിക്കുന്നതിനൊന്നും അല്ല മറുപടി പറയണത്. ചോദിക്കണതിന് അന്നേരം വരുന്ന മറുപടി അറിയാൻ എന്തെങ്കിലുമൊക്കെ അറിയണമല്ലേ. എഴുതി കൊണ്ടുവന്ന് ആളുകളുടെ മുന്നിൽ നിന്ന് വായിക്കണ പോലെയാണ്. അപ്പോൾ ആളുകൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അണ്ണാക്കിന്ന് അപ്പോൾ ഇവരി വെട്ടിയ പോലെ ഇരിക്കും, ഒന്നും പറയാനില്ല. എന്താ പിള്ളേരെന്തൊക്കെയോ ചോദിക്കണം, അവൻ എന്തൊക്കെയോ മറുപടി പറയുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ നിലവാരം. വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ ഒക്കെ പിടിച്ച് നാട് ഭരിക്കാൻ കൊടുക്കാതിരുന്ന ഇങ്ങനെ ഇത് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ചൂടെന്ന് പറഞ്ഞ് വരും. വീട്ടിൻ്റെ മുറ്റത്ത് വരുമ്പോൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് അവരുടെയൊക്കെ മുഖത്ത് നോക്കി പറയാം. എത്ര പേര് കാണിക്കും അതിന്? കഴിഞ്ഞ ദിവസം എല്ലാവരും വയനാട്ടിൽ കിടന്ന മനുഷ്യരെല്ലാവരും കടുവയും പന്നിയൊക്കെ കയറണമെന്നും പറഞ്ഞ് അവർ റോഡിൽ കിടന്ന് ഈ വെയിലത്ത് കിടന്ന് ഇതിനൊക്കെ എതിരെ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്കൊക്കെ ഇത്തിരി നൊന്നിട്ടല്ലേ. ഇപ്പം നമ്മളൊക്കെ വീടുകളിൽ ഇരുന്ന് സൂഹിക്കുന്നു. ആനയോ പുലിയോ കടുവയോ നമ്മുടെ മുറ്റത്ത് വന്നാൽ അപ്പോഴേ നമ്മുടെ ഉയിര് പോവും. എന്തെങ്കിലും ഒരു കാര്യം ഇവർ കൃത്യമായിട്ട് ചെയ്യണം. അടുത്ത വോട്ടിന് ഞാൻ വോട്ട് ചെയ്യാനേ പോകണില്ല. എന്തിനു പറയുമെന്ന് എനിക്കൊന്നും അറിയണമല്ല. പുറത്ത് പോയി ഈ ചൂടിന് പോയി അലഞ്ഞ് നാക്കുന്ന നെഞ്ചത്ത് വെച്ചുകൊണ്ട് വരുന്ന മനുഷ്യർക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ വീട്ടിനകത്തില്ലാത്ത ഒരവസ്ഥ ഇവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? അപ്പിയെ അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ അവസ്ഥ അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ. ഇനി അഴുക്ക വെള്ളമെല്ലാം കൂടെ കുടിച്ച് കയറ്റിയിട്ട് എന്തെങ്കിലും രോഗം വന്നാലേ ഇവർ നമ്മളെ നോക്കാൻ പോകണം. വെന്റിലേറ്റർ ശ്വസിക്കാനും ഒന്നും ആശുപത്രിയിലൊന്നും ഒരു വസ്തു ഇല്ലെന്നും പറയണം. നമ്മളെ കൊണ്ട് ഒക്കുന്ന നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ മറ്റും പോകാൻ നമ്മുടെ കയ്യിലിരിക്കണം.
എന്തായാലും രാവിലെ എനിക്ക് എൻ്റെ രക്തമെല്ലാം കൂടെ തിളച്ച് വരുന്നപ്പോൾ ഒന്നാമത് പുറത്ത് നിറയെ ചൂടും എനിക്ക് എൻ്റെ ചൂട് പിടിക്കുന്ന രക്തം തലയില്ല. അതുകൊണ്ട് 10 വർത്താനം വരെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നേരം വേണ്ട കിടന്ന് ഒന്ന് ഉറങ്ങാൻ പറ്റൂല. അപ്പി അതുകൊണ്ട് വന്നേ. അപ്പി എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരിക്കണേ. നല്ല ചൂടിയോ കത്തണം. ഇത് ചൂടല്ലല്ലോ, തീ. യവ സൂര്യനാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉറപ്പിച്ച് നാട് കരിഞ്ഞ് തീർന്നെന്ന്.